പ്രിയപ്പെട്ടവരെ, നമ്മുടെ S2-ൻ്റെ ക്ലാസ് 9ലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതൊരു പുതിയ ഒരു മാട്രിക്സിലെ ഒരു പുതിയൊരു കാൽവയ്പ്പാണ്. അതായത് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് കാണാനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എന്താണെന്ന് പിന്നീട് പറയാം. അപ്പോൾ അത് ആദ്യമേ വേണ്ടത് കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ മാട്രിക്സ് ആണ് ആവശ്യമുള്ളത്. അതിൽ ഞാനൊരു 2x2 മാട്രിക്സ് ആണ് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു മാട്രിക്സ് 2x2യുടെ ജനറൽ ഫോം മാട്രിക്സ് ABCD, 2 റോസ് 2 കോളംസ് ഉണ്ടാവും. അതിനെ ജനറലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ വൈസ് പറഞ്ഞാൽ A11, A12, A21, A22. ഇവിടെ A11 എന്ന് പറയുന്നതിൽ 11 സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, 12 മീൻസ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ് A21, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാണ് A22. അപ്പോൾ ഈ സഫിക്സ് സൂചിപ്പിക്കുന്ന അതിൻ്റെ പൊസിഷനെയാണ്. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അതുപോലെ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കോഫാക്ടർ മാട്രിക്സ് എന്താണെന്ന് ആദ്യമേ ഒന്ന് പറയാം. അതിൽ ഓരോ എലമെൻറ്റിനും, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് A11 ഒരു കോഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനാണ് C11 എന്ന് പറയുന്നത്. കോഫാക്ടറിലെ കോഫാക്ടറിനും 11 എന്ന് സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടറുമാണ്. അപ്പം കോഫാക്ടർ ഓഫ് A11 ഈക്വൽ ടു -1 + 1. ഈ 1 + 1 വന്നിരിക്കുന്നത് ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് 11 ആണ്. ഈ 1 + 1 വന്നിരിക്കുന്നത്. C12 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ് കോഫാക്ടർ പറയുമ്പോൾ -1 + 2 ആയിരിക്കും ഉണ്ടാവുക. അത് അതിൻ്റെ പാർട്ടാണ്. ഓക്കെ, C11 കംപ്ലീറ്റ് ചെയ്താൽ C11 എന്നുള്ളത് കോഫാക്ടർ ഓഫ് A11 എന്ന് പറയുന്നത് -1 + 1 + 1 ഇൻറ്റു A22. A22 കിട്ടുന്നത് ഈ നമ്മൾ A11ൻ്റെ കോഫാക്ടർ പറയുമ്പോൾ ആ 11 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സാധനം ഈ A22 മാത്രമാണ്. തൽക്കാലം അത് A22 എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. 3x3 മാട്രിക്സ് വരുമ്പോൾ അത് കുറച്ചുകൂടി വിപുലമായിട്ട് ഇതിനെ ഒഴിവാക്കി ആ 11 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയുള്ള ബാക്കി എലമെൻറ്റ്സ് ഒന്നല്ല കുറേയേറെ ഉണ്ടാവും. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നമ്മൾ പഠിച്ചിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ അവസരത്തിൽ 2x2 റോ വരുമ്പോൾ ഈ 11 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കി ഒരെണ്ണമേ ഉള്ളൂ. അതിനെ മാത്രം അവിടെ വെച്ചാൽ മതി. അപ്പോൾ -1 + 1 + 1 ഇൻറ്റു A22 എന്ന് പറയുന്നതാണ് C11, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അങ്ങനെ ഓരോ എലമെൻറ്റിനും 4 എലമെൻറ്റ്സിനും കോഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് അതിന് ശേഷം പറയുന്നത്. C12 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ ഓഫ് ഈ എലമെൻറ്റ് ഈക്വൽ ടു -1 ഇതൊരു കമ്പൽസറി പാർട്ടാണ്. 1 + 2 എന്നുള്ളത് ഈ പൊസിഷൻ അനുസരിച്ച് ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻ്റ് ആയപ്പോൾ 1 + 2 ഈ ഇൻറ്റു ഈ റോ ഉൾക്കൊള്ളുന്ന A12 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയുള്ളത് A21. അതാണ് എഴുതിയിരിക്കുന്നത് A21. അതുപോലെ അടുത്തത് C21 എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് A21. ഈ എലമെൻറ്റിൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് -1 ഈ 2 + 1 ഇൻറ്റു ഇത് ഉൾക്കൊള്ളുന്ന റോയും കോളം ഒഴിവാക്കിയാൽ A12 ആണ് ഉണ്ടാവുക ഇൻറ്റു A12. സിമിലർലി C22 എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് A22 ഈക്വൽ ടു -1 2 + 2 ഈ പൊസിഷൻ അനുസരിച്ച് ഇൻറ്റു ഇത് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് A11 ആണ്. അപ്പോൾ ഇങ്ങനെ ഈ 2x2 മാട്രിക്സിന് 4 എലമെൻറ്റ്സിന് 4 കോഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതുമ്പോൾ കിട്ടുന്ന ആ മെട്രിക്സിനെയാണ് കോഫാക്ടർ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് എന്നുള്ളത് C11, C12, C21, C22. വേറെ C11 എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് കോഫാക്ടേഴ്സ്. ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിൽ A = മാട്രിക്സ് 1 2 -1 3 ഫൈൻ കോഫാക്ടർ മാട്രിക്സ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും കോഫാക്ടേഴ്സ് കാണും. C11 ഈക്വൽ ടു കോഫാക്ടർ ഓഫ് ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് ഈക്വൽ ടു ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ ആയതുകൊണ്ട് -1 + 1 ഇൻറ്റു ഇത് ഒഴിവാക്കിയ ശേഷം ഈ റോയും കോളവും ഒഴിവാക്കിയ ബാക്കി 3 ഈക്വൽ ടു -1 + 1 + 1 എന്നുള്ളത് -2 ആണ്. -1 എന്നുള്ളത് -1 ഇൻറ്റു -1 ആണ് ഈക്വൽ ടു +1 ആണ്. ഈ -1 വരുന്നത് ഒന്നെങ്കിൽ +1 ആവും അല്ലെങ്കിൽ -1 ആവും. അതിൻ്റെ പവർ ഈവൻ ആണെങ്കിൽ +1, ഓഡ് ആണെങ്കിൽ -1 അത്ര വരും. അപ്പോൾ ഇവിടെ C11 എന്ന് പറയുന്നത് -1 + 1 ഇൻറ്റു 3 ഈക്വൽ ടു 3 എന്ന് വരും. ഓക്കെ,
അത് C12 ഈസ് ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റിന്റെ സെക്കൻഡ് എലമെന്റിന്റെ കോഫാക്ടർ. C12 ഈസ് കോഫാക്ടർ ഓഫ് 2 എന്ന് പറയുന്നത് -1 ഇൻറ്റു ഈ റോയും കോളവും ഒഴിവാക്കി ഇൻറ്റു -1. അപ്പോൾ -1 വരും. അത് തന്നെ -1 ആണ്. അപ്പോൾ ഇത് -1 ഇൻറ്റു -1 വരും. ഇത് +1. അത്തരത്തിൽ C21 എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഈ -1ന്റെ കോഫാക്ടർ ഈക്വൽ ടു -1 + 1 ഇൻറ്റു ഈ റോയും കോളും ഒഴിവാക്കിയാൽ ഇൻറ്റു 2. അപ്പോൾ -1 എന്ന് പറയുന്നത് -1 ഇൻറ്റു 2 -2. അത്തരത്തിൽ C22 എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ് ഇയാളുടെ കോഫാക്ടർ ആണ്. അപ്പോൾ -1 + 2 ഇൻറ്റു ഈ റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് 1. ഇതാണ് cofactor of C22. So cofactor matrix equal to matrix അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 3 1 -2 1. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ ആണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടത് ആ എലമെന്റ് തന്നെയാണ്. ഇതാണ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് ഒരു 2x2 മാട്രിക്സ് ആണ്. ഇനി അല്പം കൂടി ഒരു കടന്നു കൈ നിങ്ങൾക്ക് ഇവിടെയും ഞാനൊരു ചെറിയ ഹോംവർക്ക് ഇവിടെ ഇടാം. ഫൈൻഡ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് മാട്രിക്സ് ഇത് തന്നെ ഇരിക്കട്ടെ. ഇത് തിരിച്ചു കണ്ടാൽ എന്ത് സംഭവിക്കും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രത്യേകിച്ചൊന്നും മാറ്റം വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. ഇതുമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇതുമായിട്ട് യാതൊന്നും ചിന്തിക്കേണ്ട. ഈ മാട്രിക്സിന്റെ കോഫാക്ടർ മാട്രിക്സ് കാണുക. അപ്പോൾ ഇതിന്റെ കോഫാക്ടർ കാണേണ്ടി വരും. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ഓക്കെ, അടുത്തതൊരു കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ 3x3 മാട്രിക്സ്. അല്പം മുമ്പ് പറഞ്ഞ 2x2 മാട്രിക്സിന്റെ കോഫാക്ടറാണ്. വളരെ ലളിതമാണ് അത്. അപ്പോൾ ഇവിടെ ഒരു ജനറലി 3x3 മാട്രിക്സ് പരിഗണിച്ചാൽ അതിന്റെ പൊസിഷൻസ് ഇങ്ങനെയാണ്: A11, A12, A13. ഇത് പറഞ്ഞാൽ മനസ്സിലാകും. A13 എന്ന് പറയുന്നത് ഫസ്റ്റ് റോസ് തേർഡ് എലമെന്റ് ആണ്. അത്തരത്തിൽ A21, A22, A23, A31, A32, A33. ഇതാണ് ഒരു 3x3 മാട്രിക്സിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അപ്പോൾ ഇവിടെ ഇനി പറയേണ്ടിയിരിക്കുന്നത് ഓരോ എലമെന്റിനും ഇവിടെ 9 എലമെന്റ്സ് ഉണ്ട്. അവരുടെയൊക്കെ കോഫാക്ടേഴ്സ് ആണ്. അപ്പം C11 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് ഫസ്റ്റ് എലമെന്റ് ആണ് എന്ന് പറയുന്നത് ആദ്യത്തെ പാർട്ട് -1 + 1 തന്നെ. ബാക്കിയുള്ളത് നേരത്തെ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇയാളെ ഈ A11 ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഭാഗം അത് A22, A23, A32, A33. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയും. ഡിറ്റർമിനന്റ് അടുത്ത യൂണിറ്റിലാണ് നമുക്ക് പഠിക്കേണ്ടത്, അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കേണ്ടത്. അത് പിന്നീട് പറയാം. ഇപ്പൊ തൽക്കാലം അതിന്റെ ഒരു ഡെഫിനേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു 2x2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈ വരയേ ഉള്ളൂ, ഇങ്ങനെ വെച്ചിട്ടില്ല. ഈ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. A22 ഇൻറ്റു A33 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. A23 ഇൻറ്റു A32 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ നിന്നും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തത് കുറയ്ക്കുക. ഇവിടെ -1 + 1 കിടപ്പുണ്ട്. ബാക്കിയുള്ള ഭാഗം ഡിറ്റർമിനന്റ് ഓഫ് ഈ 2x2 മാട്രിക്സ് ആണ്. അത് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. ഇപ്പം ഞാൻ ഇതിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനന്റ് ഓഫ് ABCD, ഒരു 2x2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് A × D, AD - B × C. ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് എ 2x2 മാട്രിക്സ്. അതനുസരിച്ച് ഡിറ്റർമിനന്റ് ഓഫ് ഈ 2x2 മാട്രിക്സ് ഇത്തരത്തിൽ A22 × A33 - A23 × A32. അതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു എലമെന്റ് കിട്ടും. -1 + 1 + 1 എന്നുള്ളത് പോസിറ്റീവ് 1 തന്നെയാണ്. ഞാൻ ആ ഡെഫിനേഷൻ അങ്ങനെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ C12 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് എലമെന്റിന്റെ ഡിറ്റർമിനന്റ് അത് -1 + 1 + 2 ഇൻറ്റു ഒരു ഡിറ്റർമിനന്റ് ആണ്. ഈ C അല്ലെങ്കിൽ ഫസ്റ്റ് റോ സെക്കൻഡ് എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കിയുള്ള ബാക്കി ഭാഗത്തിന് ഡിറ്റർമിനന്റ്. ബാക്കി ഭാഗം എന്ന് പറയുന്നത് A21, A23, A31, A33. ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഡിറ്റർമിനന്റ് കാണാവുന്നതാണ്. -1 + 1 + 2 അവിടെ കിടക്കട്ടെ. ബാക്കിയുള്ളത് A21 ഇൻറ്റു A33 മൈനസ് A23 ഇൻറ്റു A31. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. -1 + 1 + 2 ഇൻറ്റു ബാക്കിയുള്ള ഭാഗത്തിന് ഡിറ്റർമിനന്റ്. അത്തരത്തിൽ C13 എന്ന് പറയുന്നത് -1. C13 മീൻസ് ഈ തേർഡ് എലമെന്റിന്റെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റിന്റെ കോഫാക്ടർ ആണ്.
minus 1 raised to -1 plus 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് C13 എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കിയുള്ള ബാക്കി ഭാഗം A21 A22 A31 A32 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അതെന്താണെന്നുള്ളത് നമുക്കറിയാം -1 പ്ലസ് അല്ലെ 1 പ്ലസ് 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് A21 ഇൻറ്റു A32 മൈനസ് A22 ഇൻറ്റു A31. ഇതാണ് C13. ഇത്തരത്തിൽ നമുക്ക് സെക്കൻഡ് റോ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് പറയാൻ സാധിക്കും. അത് ഇത്തരത്തിൽ ഞാൻ വളരെ ചെറുതായിട്ട് ഇവിടെ എഴുതിയാൽ C21 എന്ന് പറയുന്നത് -1 raised to 2 plus 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇയാളെയും സെക്കൻഡ് റോയെയും ഫസ്റ്റ് കോളത്തിനെ ഒഴിവാക്കിയാൽ ഡിറ്റർമിനൻ്റ് A12 A13 പിന്നെ ഉണ്ടാവുന്നത് A32 A33 ആണ്. C22 എന്ന് പറയുന്നത് -1 raised to 2 plus 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇയാൾ ഉൾക്കൊള്ളുന്ന റോയും കോളം ഒഴിവാക്കിയാൽ A11 A13 സെക്കൻഡ് പാർട്ടായിട്ട് A31 A33 ഇയാളുടെ ഡിറ്റർമിനൻ്റ് പറയുമ്പോൾ ആ റോയും കോളവും ഒഴിവാക്കുക, ബാക്കിയുള്ള ആൾക്കാരുടെ ഡിറ്റർമിനൻ്റ്. അത്തരത്തിൽ C23 കോഫാക്ടർ ഓഫ് സെക്കൻഡ് റോ തേർഡ് എലമെന്റ് ഈക്വൽ ടു -1 raised to 2 plus 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ്. സെക്കൻഡ് റോ തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ റോയും ഈ കോളവും ഒഴിവാക്കിയുള്ള പാർട്ടിന്റെ ഡിറ്റർമിനൻ്റ് A11 A12 പിന്നെ ഉള്ളത് A31 A32. അത്തരത്തിൽ നമുക്ക് C31 ഉണ്ടാവും, C32 ഉണ്ടാവും, C33 ഉണ്ടാവും. ഈ രീതിയിൽ തന്നെ -1 raised to ഇവരുടെ സഫിക്സിന്റെ സമ്മ് ഇൻറ്റു ആ റോയിലുള്ള ആൾക്കാരെ അങ്ങ് ഒഴിവാക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെ ബാക്കിയൊരു ഡിറ്റർമിനൻ്റ് ഉണ്ടാവും. അതൊരു പ്രോബ്ലം അനുസരിച്ച് നമുക്കൊരു പ്രോബ്ലമായിട്ട് ചെയ്യാം. ഒരു കോഫാക്ടർ മാട്രിക്സ് കാണാം, അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 3x3 മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സ് കാണാൻ വേണ്ടി ഓരോ എലമെന്റ്സിനെയും കോഫാക്ടേഴ്സ് കാണണം. അത് ഒന്ന് ചെയ്യാം, അപ്പം കൂടുതൽ മനസ്സിലായിക്കോളും. ഒരു ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് മാട്രിക്സ് 1 2 -1 3 3 1 2 1 0 മാട്രിക്സ്. അപ്പോൾ ഇവയുടെ പൊസിഷൻസ് തീർച്ചയായിട്ടും അറിയണം. ഇത് ഫസ്റ്റ് ഓക്കെ. അപ്പോൾ നമുക്കിവിടെ C11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ -1 raised to 1 plus 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് കിട്ടാൻ റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് ഡിറ്റർമിനൻ്റ് 3110 ആണ്. ഇത്ര ഭാഗത്തിന്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു -1 raised to 1 plus 1 എന്നുള്ളത് +1 തന്നെ. ബാക്കിയുള്ളത് ഡിറ്റർമിനൻ്റ് 3 into 0 0 -1. അപ്പോൾ 1 into 0 into -1 ആണ്. അപ്പോൾ അത് 1 into 0 into -1 എന്നുള്ളത് -1. അത്തരത്തിൽ C12 ഈക്വൽ ടു -1 raised to 1 plus 2 into ഡിറ്റർമിനൻ്റ് ഇയാളുടെ കോഫാക്ടറാണ് പറയുന്നത്. അപ്പോൾ ഈ റോയി ഒഴിവാക്കി ഈ കോളം ഒഴിവാക്കിയാൽ ബാക്കി ഡിറ്റർമിനൻ്റ് 3 1 ഉണ്ടാവും, 2 0 ഉണ്ടാവും. ഈക്വൽ ടു -1 raised to 3 ആണ്. അത് -1 ഓക്കെ ഇൻറ്റു 3 into 0 0 -1 into 2 2 ആണ്. ഈക്വൽ ടു -1 ഇത് -1 raised to 3 -1 ആണ് ഇൻറ്റു 0 -2 എന്നുള്ളത് -2 ആണ്. ഈക്വൽ ടു +2. അത്തരത്തിൽ C13 ഈക്വൽ ടു -1 raised to 1 plus 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 1 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ തേർഡ് എലമെന്റ് ഇയാളാണ്. അയാളുടെ റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഭാഗം 3 3 2 1 ആണ്. അതിന്റെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ -1 raised to 1 plus 3 എന്നുള്ളത് -1 raised to 4 ആണ്. അത് +1 ആണ്. ഇൻറ്റു 3 ഈ ഡിറ്റർമിനൻ്റ് 3 into 1 3 minus 3 into 2 6 ആണ്. 3 minus 6 ഈക്വൽ ടു -3. ഇത് ഫസ്റ്റ് റോ എലമെന്റ്സിന്റെ ഒക്കെ കോഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനി C21 എന്നുള്ളത് -1 raised to 2 plus 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇയാളുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇയാളുടെ റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കി 2 -1 1 0 ഈക്വൽ ടു -1 raised to 2 plus 1 എന്നുള്ളത് -1 raised to 3 ആണ്.
ഇൻറ്റു ബാക്കി ഭാഗം 2 ഇൻറ്റു 0 0 മൈനസ് 1 ഇൻറ്റു -1 ആണ് ഈക്വൽ ടു ഇത് -1 ഇൻറ്റു 0 മൈനസ് -1 എന്നുള്ളത് +1 ആണ് ഈക്വൽ ടു -1. C22 ഈക്വൽ ടു -1 റേസ് ടു 2 + 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 2 എന്ന് പറയുന്നത് ഇയാളാണ്. അയാളുടെ കോളവും റോയും ഒഴിവാക്കിയാൽ ബാക്കി 1 - 1 പിന്നെ 2 0 ആണ് ഉണ്ടാവുക ഈക്വൽ ടു -1 റേസ് ടു 4 ഇൻറ്റു 1 ഇൻറ്റു 0 0 മൈനസ് 2 ഇൻറ്റു -1 -2 ആണ് ഈക്വൽ ടു -1 റേസ് ടു 4 എന്നുള്ളത് +1 തന്നെ ഇൻറ്റു 0 മൈനസ് -2 എന്നുള്ളത് +2 ഈക്വൽ ടു 2 ആണ്. C23 ഈക്വൽ ടു -1 റേസ് ടു 2 + 3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 23 എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളുടെ ഒഴിവാക്കുന്ന റോ ഇത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് 1 2 1 ഓക്കെ അല്ലേ. 1 ഇത് റോയും ഈ കോളവും ഒഴിവാക്കി ബാക്കി 1 2 2 1 ഈക്വൽ ടു -1 റേസ് ടു 2 + 3 എന്നുള്ളത് -1 ആണ്. -1 റേസ് ടു 5 ആണല്ലോ ഇൻറ്റു 1 × 1 1 മൈനസ് 2 × 2 4 ഇത് ഒരു ബ്രാക്കറ്റിനുള്ളിലാണ് ഈക്വൽ ടു -1 - 4 എന്ന് പറയുന്നത് -3 ആണ് ഈക്വൽ ടു -3 എന്നുള്ളത് +3 തന്നെ. അപ്പോൾ സെക്കൻഡ് റോയിലുള്ള ആൾക്കാരുടെ കോഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനി C31 ഈക്വൽ ടു -1 റേസ് ടു 3 + 1 ഇൻറ്റു തേർഡ് റോ ഫസ്റ്റ് എലമെൻറ്റ് ഇയാളുടെ കോഫാക്റ്റാണ്. അപ്പോൾ ഇയാളെയും ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻറ്റ് C2 -1 3 1 ഈക്വൽ ടു -1 റേസ് ടു 4 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 2 × 1 2 മൈനസ് 3 × -1 -3 ആണ് ഈക്വൽ ടു -1 റേസ് ടു 4 +1 ഇൻറ്റു 2 + 3 ആണ് വരിക. അത് 2 + 3 5. C32 എന്നുള്ളത് -1 റേസ് ടു 3 + 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇത് തേർഡ് റോ സെക്കൻഡ് എലമെൻ്റായ ഇയാളുടെയാണ്. അപ്പോൾ ഈ റോയും ഈ കോളം ഒഴിവാക്കിയാൽ 1 -1 ബാക്കി 3 1 ഈക്വൽ ടു -1 റേസ് ടു 5 ഇൻറ്റു 1 × 1 1 മൈനസ് 3 ഇൻറ്റു -1 -3 ഈക്വൽ ടു -1 ഇൻറ്റു 1 + 3 4 ആണ് ഈക്വൽ ടു -4. അങ്ങനെ C3 ലാസ്റ്റ് എലമെൻ്റ് ആണ്. അയാളുടെ ഫാക്ടർ അതാണ് C33 -1 റേസ് ടു 3 + 3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഇയാൾ ഒഴിവാക്കുമ്പോൾ ഈ റോയും കോളവും ഒഴിവാക്കുമ്പോൾ ഉള്ളത് 1 2 3 3 ആണ്. 1 2 3 3യുടെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു -1 റേസ് ടു 6 ഇൻറ്റു 1 × 3 3 -6 ഈക്വൽ ടു ഇത് +1 ആണ് -1 റേസ് ടു 6 ഇൻറ്റു 3 - 6 എന്നുള്ളത് -3 ആണ്. സോ നമുക്ക് ഓൾ കോഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. therefore കോഫാക്ടർ മാട്രിക്സ് ഈക്വൽ ടു അവയെ അതേ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. അതായത് ആദ്യം C11 വേണം, -1 ആണ്. അടുത്തത് C12 +2 1 2 എന്നുള്ളത് ഫസ്റ്റ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ. C13 -3 അടുത്തത് സെക്കൻഡ് റോയിൽ വരുന്നത് -1 2 3 നോക്കി എഴുതിക്കണം. ക്രമമായതുകൊണ്ട് ഞാനങ്ങ് എഴുതിയതാണ്. C31 എന്നുള്ളത് തേർഡ് റോയിലെ ഫസ്റ്റ് ആളാണ്, കോഫാക്ടറാണ്. 5 -4 ആണ്, -3 ആണ്. 5 -4 -3 ഓക്കെ. ഇതാണ് കോഫാക്ടർ മാട്രിക്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനായിട്ട് തരാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ സമയം അതിക്രമിച്ചു പോകും. അടുത്ത വീഡിയോയിൽ ഒരു പക്ഷേ ഇനിയും ഇതുപോലെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ആകും. ഞാനിവിടെ ഒരു ഹോംവർക്കായിട്ട് ഫൈൻഡ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാട്രിക്സ് 2 1 3 0 1 4 2 -1 3 സെക്കൻഡ് വൺ ആയിട്ട് മാട്രിക്സ് 2 4 5 6 ഞാനൊരു 2x2 മാട്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എളുപ്പമാണ്, അത് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ ഇടുന്നതാണ്. ഓക്കെ.